ഞങ്ങളിന്ന് ബീച്ചിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് നെഗറ്റീവ്. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇല്ല. ഇപ്പോൾ മോൾക്കില്ല, ദേവാങ്കിനില്ല, അമ്മയ്ക്കില്ല, ചേച്ചിക്കില്ല, ആർക്കും ഇല്ല. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളിന്ന് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടാ. കണ്ടോ, ദേവാങ്കും ഞാനും 11 ദിവസമായി. ദേവാങ്ക് 9 ദിവസം, ഞാൻ 11 ദിവസമായി എൻ്റെ മോളെ ഒന്ന് എടുത്തിട്ട്. ഇന്ന് കണ്ടോ ഞങ്ങള് ബാക്ക് ടു നോർമൽ. ഹായ്, ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ പോയി. അതിൻ്റെ ചെറിയൊരു അവിടുത്തെ ഞാൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, എനിക്കിങ്ങനെ ഓരോരുത്തർ എന്നോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ വിശേഷമല്ല, എൻ്റെ അടുത്ത് കുറേ പേര് വിളിച്ചിട്ട് ചോദിച്ചു, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നിനക്ക് എന്തായാലും വന്ന് മാറിയില്ലോ, അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചേ. ഇന്നും ചോദിച്ചു, ഇന്നലെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ബീച്ച് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് മോനുള്ളതും മോൾക്കുള്ളതും അമ്മയ്ക്ക് അച്ഛനല്ല അമ്മയ്ക്ക്, അമ്മയുടെ ചേച്ചിക്ക്, എനിക്കുള്ളത് എല്ലാം കൂടെ അവരൊരു ലെറ്റർ കൊണ്ടുവന്ന് തന്നു. ഡോക്ടറിൻ്റെ ലെറ്റർ ഉണ്ടെങ്കിലേ നമുക്ക് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഡയറക്റ്റ് പോകരുതെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇന്ന് പോയപ്പോൾ തന്നെ ബീച്ച് ഹോസ്പിറ്റലിൽ കോവിഡിൻ്റെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാനൊരു ചെറിയൊരു വ്ളോഗ് പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ആൾക്കാരിലേക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. OP കൗണ്ടർ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം എടുത്തിട്ട് എങ്ങനെയാണ് എവിടെയാണെന്ന്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നൊന്നും നമുക്ക് ഉള്ളിലേക്കൊന്നും ക്യാമറ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഉള്ളിലേക്ക് അവിടെ നമ്മളെങ്ങനെ വിളിക്കും, നമ്മുടെ പേര് വിളിക്കും. അപ്പം അതിനായിട്ട് നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് 1 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് വിളിക്കും. എന്നിട്ട് ആ പേരിനനുസരിച്ച് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുക. എന്നിട്ട് ബഡ്സ് പോലെയുള്ള സാധനം മൂക്കിലേക്ക് ഇട്ടിട്ട് ചെയ്യുക. ഞങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് പോയത്. കാരണം ആരെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ വീണ്ടും നീണ്ടു പോകുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തായിരുന്നേ. വെയിറ്റ് ചെയ്തപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് അവിടുത്തെ ആൾക്ക് ഒരു ഇത് കൊടുത്തു. എല്ലാം നെഗറ്റീവാണ് നമ്മുടെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പ്രിസ്ക്രിപ്ഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഭയങ്കര ടെൻഷനാണെങ്കിലും തിരിച്ചു വന്നത് നല്ല സന്തോഷത്തിലാണ്. ആരൊക്കെയോ ഫോൺ വിളിച്ചു പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും നല്ല സന്തോഷമായി. ഞങ്ങളവിടെ തിരിച്ചു വന്നപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണല്ലോ ഞങ്ങളൊന്ന് 11 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഒന്ന് പുറത്തേക്ക് പോയത്. അപ്പോൾ എനിക്കും ദേവാങ്കനും ഇങ്ങനെ വണ്ടിയിലൊക്കെ ഒന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒന്ന് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാൻ പറ്റിയില്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോയത് 2 വീലറിലാണ്. ഞാനും ദേവാങ്കും 2 വീലറിലാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടി ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾക്കിവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മയും ചേച്ചിയും, അപ്പോൾ അവർക്കൊരു ഓട്ടോ വിളിച്ചു. അപ്പം ആ ഓട്ടോ അവരവിടെ വെയിറ്റ് ചെയ്തു. നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞങ്ങൾ ബാത്റൂം ഇവിടെ 3 പേര് ടോട്ടലി പോസിറ്റീവായിരുന്നു. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ബാത്റൂം ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ ഈ 3 പോസിറ്റീവ് കേസുകളും ഒരു ബാത്റൂം ഞങ്ങൾ ഷെയർ ചെയ്യുക ചെയ്തത്. അപ്പം ഞാനും ദേവാങ്കും ഒരു റൂമിൽ കിടന്നു, അച്ഛൻ വേറൊരു റൂമിൽ കിടന്നു. അപ്പോൾ അച്ഛൻ ആ റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ വേറെ എവിടെയും ടച്ച് ചെയ്യുന്നില്ലാണ്ട് ഇങ്ങോട്ടേക്ക് നേരിട്ട് വരും. എന്നിട്ട് ഈ ടോയ്ലറ്റിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആൾക്കാർ ടോയ്ലറ്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. എല്ലാം പൈപ്പെല്ലാം ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യും. ഓരോ വട്ടം ഓരോരുത്തരും പോയതിന് ശേഷം ഞങ്ങൾ ക്ലീൻ ചെയ്യും. പിന്നെ അവിടെ പുറത്തൊരു ഒരു ബാത്റൂം ഉണ്ട്. അത് അമ്മയും ചേച്ചിയും അവിടെ മോളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സെല്ലാം ഒരു സോപ്പ് വെള്ളത്തിൽ ഞങ്ങൾ ഇട്ട് മുക്കി വയ്ക്കും. അരമണിക്കൂർ അതിനകത്ത് ഞങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ടിട്ട് ഞാനത് വാഷ് ചെയ്യും. എന്നിട്ട് പിന്നെ ഡെറ്റോളിൻ്റെ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് സമയം പിന്നെയും ഞാൻ അതിനകത്ത് എന്നിട്ട് വയ്ക്കും, അലക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. എന്നിട്ടാണ് ഞാൻ ആദ്യ ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട്
ഞാനത് അമ്മയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഈ ബക്കറ്റിൻ്റെ പുറമെ ഒക്കെ, പണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ OCD ഉള്ളതുകൊണ്ട് ഞാൻ ഈ ബക്കറ്റിൻ്റെ പുറമെ ഒക്കെ ഡെറ്റോൾ വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേസ്റ്റ് ഒരു കവറിൽ കെട്ടിയിട്ട് ഞാൻ ഒരു 3-4 ദിവസം 4-5 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് ആ കവറിനകത്ത് കുറച്ചിങ്ങനെ നിറയും. ആ നിറയുന്ന സമയത്ത് ഒരു വിൻഡോ പോലൊരു സംഭവമുണ്ട്, അതിനുള്ളിലൂടെ ഞാൻ പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അമ്മ അത് തൂമ്പ വെച്ചിട്ട് എടുത്തിട്ട് വേറെ കളയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് വേസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമായി, അങ്ങനെ എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് അവരെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇനിയും ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ വെള്ളം കുടിക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യണം. ഇനിയുള്ള കുറച്ച് മാസങ്ങൾ തന്നെ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് നാളെ മുതലൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലൊക്കെ ജസ്റ്റ് ഇറങ്ങുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് നാളെ കുറച്ച് വെയിൽ കൊള്ളാനായിട്ട്, വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ട് പാടില്ല. 11 മണി മുതൽ 3 മണി വരെ, അതിനിടയ്ക്ക് ഒരു 10 മിനിറ്റ് ദേവാങ്കന്നെ ഇങ്ങനെ നോക്കുക. ആ ഫുൾ ടൈം വെയിലത്തിടാനല്ല, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഡെയിലി വെയിൽ കൊള്ളണം. പുറത്തേക്കൊന്നും നമ്മളിപ്പോൾ പോവാത്ത അവസരങ്ങളിൽ ഞങ്ങൾ ഇനി അങ്ങനെ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം, വൈറ്റമിൻ Aയും വൈറ്റമിൻ Cയും ഒക്കെയുള്ള Dയും ഒക്കെയുള്ള ഫുഡ് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മുട്ട, പാല്, പഴം അത് രാവിലെ കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ്, നെല്ലിക്ക, പിന്നെ ഓറഞ്ച്, പിന്നെ മുസമ്പി, പിന്നെ അനാറ് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇതിവിടെ തീരുന്നത് വരെ ഞങ്ങളിപ്പോൾ ഇനി കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നും ഓരോരോ ദിവസം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. 3 ലിറ്റർ വെള്ളം മറന്നു പോകരുത്. അപ്പം ഒരു 11 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. വിളിക്കാനായിട്ട് നമ്പർ ഉള്ളവർക്കാണ് ഈ പറയുന്നത്. അല്ലാത്തവർ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും ഞാനതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് ഒത്തിരി പേരെ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ വരെ ബേബിജാമിസിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നെഗറ്റീവായത്. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് സെക്കൻഡ് ടൈമും പോസിറ്റീവായി, അത് 2 മാസം കഴിഞ്ഞിട്ട് പോസിറ്റീവായി എന്നൊക്കെ. പക്ഷെ ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം തന്നിട്ടില്ല. ഒരുപാട് ദൈവത്തിന് നന്ദി. എൻ്റെ അമ്മയ്ക്ക്, അമ്മയുടെ ആരോഗ്യം പോലും കളഞ്ഞിട്ട് അമ്മ ഞങ്ങളെ നോക്കി, എൻ്റെ അമ്മയ്ക്ക്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, എല്ലാവിധ സപ്പോർട്ടും തന്നെ ഹസ്ബൻഡിനും എല്ലാവർക്കും. എന്താ പറയുക, ഞങ്ങൾക്ക് ദൈവം ഒരുപാട് ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് തന്നെ നെഗറ്റീവായത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു പോർഷനില്ലേ, ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഭാഗം കോവിഡിൻ്റെ മാത്രമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കണ്ടോ, അവിടെ COVID-19 ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം അതിനു വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. നമ്മൾ എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് OP ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റലിലെത്തി. അമ്മേനെ ഞാൻ അവിടെ ലൈനിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അകലം പാലിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ലൈനിൽ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ കയ്യിലുള്ള ലെറ്റർ ഒന്ന് അവിടെ കൊടുത്തതിന് ശേഷം OP ടിക്കറ്റ് മേടിക്കണം അത്രേ. എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് ബീച്ച് ഹോസ്പിറ്റലാണേ.